ചേടാ അതിപ്പോൾ എന്താ ചെയ്യുക? വരെയുണ്ടോ? ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുളിച്ചതിന് ശേഷമാണ് വരയ്ക്കാനിരുന്നത്. പോയോടാ ഇങ്ങനെ വരയ്ക്കാൻ വരില്ല. തുണി അങ്ങനത്തെ കുളിച്ചതിന് ശേഷമാണ് വരയ്ക്കാനിരുന്നത്. പിന്നെ വരച്ചതിന് ശേഷം പിന്നെയും കുളിക്കുക എന്ന് പറയുന്നത് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് ഇപ്പൊ കണ്ടത് നന്നായി. കൈമലൊന്നും അങ്ങനെ ഇടയില്ലല്ലോ. ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ജസ്റ്റ് ഒരു പർച്ചേസിങ്ങിന് ഇറങ്ങുകയാണ്. ഒന്നെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരുടെ ഫോണ് പൊട്ടിപ്പോയി. അപ്പം എൻ്റെ മൊബൈൽ അവർക്ക് കൊടുത്താൽ ശരിയാവില്ല. കൊടുത്താൽ ശരിയാവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രക്ക് നല്ല കോളും മെസ്സേജൊക്കെ ആണേ അതിൽ വരുന്നത്. മോളേതൊക്കെ നല്ലോണം കൊണ്ടവർക്ക്. അപ്പം അതുകൊണ്ട് അത് അവർക്ക് കൊടുത്താൽ ശരിയാവില്ല. അപ്പം പിന്നെ അവർക്ക് ചെറിയൊരു ഫോണ്, വലിയ വിലൻ്റെ ഒന്നുമല്ല കേട്ടോ, ഒരു 10,000 ആ ഒരു റേഞ്ച് വരുന്ന ഒരു ഫോൺ മേടിച്ചു കൊടുക്കാമെന്ന് കരുതി. അതേപോലെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഏട്ടൻ ഗിഫ്റ്റ് തന്നതാട്ടോ. അതേപോലെന്ന് വെച്ചാൽ മോളെ എൻ്റെ സെറം നിർത്തുണ്ട. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം ഇൻ്റർവ്യൂവിന് അത് തീർന്നതാ, റൂമിലുണ്ട്. നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു കോസ്റ്റ്യൂം മേടിക്കണം. ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു പരിപാടി. വന്നിട്ട് ദേ ഈ കിടക്കുന്ന 11 റെഡിയാക്കിയിട്ട് നാളെ കൊറിയർ ചെയ്യാനുള്ളതാണ്. ഞാൻ പോയി വരുമ്പോഴേക്കും ആശാൻ ഉണങ്ങി വരും. അപ്പോൾ സമയമില്ല എന്നിട്ടാ ഗൈസ് ഇപ്പം ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യേണ്ട ഗതികേട് നിങ്ങൾക്ക് കാണുന്നത്. സെറം തേച്ചിട്ടില്ല വെച്ചാൽ എൻ്റെ മുടി ഫുള്ളിങ്ങനെ പാറി കിടക്കും. കുറേ ബേബി ഹെയർസ് വരുന്നുള്ളതാ. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ. തിരക്കിട്ടിറങ്ങുന്നത് അതുകൊണ്ടാണ് ഗൈസ്, ഒന്നും വിചാരിക്കല്ലേ. മുടിയോ ഇനി ഏതായാലും മര്യാദയ്ക്ക് തേച്ചിട്ട് കേട്ടാ. ഞാനും വിചാരിച്ചിട്ട് എന്താ എന്നോടൊന്നും മറന്നു പോയത്. എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് ആൻഡ് ഹമ്പിളായിട്ട് കഴിയുന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, ഞാൻ ബസ്സിനാണ് പോകുന്നത്. അറിയാമല്ലോ ബസ്സിനാണ് പോകുക എന്നുള്ളത്. ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെയും റോഡ് പണീൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ കാറ് എടുത്ത് പോകുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ ഫോൺ എവിടെയാണ് വെച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ മെല്ലെ പോയിട്ട് വരട്ടെ. ഇത്രയും സാധനങ്ങളാണ് മേടിക്കാനുള്ളത്. സാധനത്തിൻ്റെ വീഡിയോസൊക്കെ കാണാം. ഏതാ മോനെ, ഓപ്പോ ആണോ വിവോ ആണോ സാംസങ് ആണോ? സാംസങ്ങും ഓയും. ഞാൻ പോയി നോക്കട്ടെ. ആരെങ്കിലും വിളിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നോ മുടി പിന്നെ കഴിഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വലിയ ഫോണൊന്നും മേടിക്കുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഒന്ന് 15 പ്രോയും ഒന്ന് 16ഉം ഉള്ളത്. അതവർക്ക് കൊടുത്താൽ അറിയാമല്ലോ, ബാറ്ററി കപ്പാസിറ്റിയും കുറയും. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് വരുന്ന മെസ്സേജുകളും കോളുകളൊക്കെ അത് കുറച്ച് ഇടങ്ങേറ് പിടിച്ചിട്ടുള്ളതാണ്. അതെനിക്ക് കാമുകിയും ഉണ്ടായിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പം മോളൊക്കെ എടുക്കുകയാണെങ്കിൽ ഫോണൊക്കെ അത് അറ്റൻഡ് ചെയ്താലും മോളോടൊക്കെ എന്താ സംസാരിക്കാമെന്ന് പറയാൻ പറ്റൂലല്ലോ. അതിനേക്കാട്ടും നല്ലത് നമ്മൾ അവരുടെ സേഫ്റ്റി നോക്കിയിട്ട് 10,000 അല്ലേ അതങ്ങ് മുടക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഉള്ളിയേരി കൂടിയാണ് പോകുന്നത്. ഉള്ളിയേരി ഒരു ഏത് ബസ്സാണെന്ന് എനിക്കറിയില്ല. അല്ലേ വേണ്ട, ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നടക്കുകയാണ്. എന്തോ പടച്ചോൻ്റെ വിളി വന്നു എന്നൊരു സംശയം. വന്നേക്ക് പടച്ചോനല്ലാതെ വേറെ ആരെന്നെ വിളിക്കാനാ? നിങ്ങൾ ചോദിക്കും ഷാളെന്തിനാ ഊരിയെന്ന്. പടച്ചോൻ്റെ വിളി വന്നിട്ടുണ്ട്. പടച്ചോൻ എന്നോട് ചോദിച്ചു നിനക്ക് സ്വർഗത്തിലേക്ക് പോകണ്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്ന്. അപ്പോൾ പടച്ചോൻ പറഞ്ഞു എന്നാൽ എടുത്ത് തലയിൽ തട്ടട്ടാന്ന്. അപ്പം ഞാൻ എന്താക്കി, തലയിൽ തട്ടിട്ടു. അല്ലെങ്കിലേ പഠിച്ചോ എന്നെ സ്വർഗത്തിൽ കയറ്റൂല. അതുമല്ല
വെയിൽ കൊണ്ടാൽ സൂര്യൻ കറുത്തും പോവുകയെ. സൂര്യനെ ഞാനായിട്ട് കറുപ്പിക്കുന്നതിനാ, അല്ലേ തന്നെ ഞാൻ കാരണം എല്ലാവരും മുഖം കറുപ്പിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സൂര്യനും കൂടി ഞാൻ കാരണം അത് വേണ്ട. അപ്പം അങ്ങനെയാണ്. പിന്നെ എന്നും പോകുന്ന സ്ഥലം നമ്മുടെ സംഗീത് പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കണം. ഇത്രയും പരിപാടികളാണ്. ഓഹോ, ആ പോയ ചേട്ടൻ ഏത് സെൻറ്റാണോ അടിച്ചത് ചോദിച്ചു നോക്കാമായിരുന്നു. പോയി കൊടുക്കാമത്തെ സ്മെല്ല് നീ. അപ്പോൾ സംഗീത പോയിട്ട് നാളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ജോബിനുള്ളതാണ്. അല്ലടേ, തള്ളി മറിക്കാനുള്ള ഇൻ്റർവ്യൂ. അപ്പോൾ അതിനുള്ള ഒരു കോസ്റ്റ്യൂമും എടുക്കണം. ദാറ്റ്സ് ഓൾ. നാളെ എൻ്റെ മോളുടെ പിറന്നാളാട്ടോ. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈവനിങ് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ പ്രോഗ്രാമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ. അയ്യോ, പടച്ചോൻ സ്വർഗത്ത് കേട്ടുണ്ടായിപ്പോ. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു. അക്കോടായിട്ട് സ്റ്റോപ്പ് എത്താനായി. അങ്ങനെ ബസ്സിലെത്തി, ബസ്സിലിറങ്ങി. ബസ്സിലുള്ള ഡ്രൈവർക്ക് എന്നോട് ഒരു ക്രഷ്. ഞാൻ ആരുടെ വീട്ടിൽ നിന്ന് വരിക എന്നുള്ളത് മൂപ്പർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഞാനേ വിട്ടുകൊടുത്തില്ല. ഞാൻ ഹിന്ദു ആണ് വിചാരിച്ചിട്ട് എന്നോട് ഹിന്ദു പേര്. അതെ, ഞാനിവിടെ മൈജിയിൽ വന്നതാണ്. അല്ലല്ലോ, ഞാൻ കൊയിലാണ്ടിയാണ്. അല്ല, കുറങ്ങാട് താമരശ്ശേരി റോഡ്. ഓക്കെ, എന്നാൽ ശരി. എൻ്റെ ഒരു ആരാധന. അപ്പം എന്നിട്ട് അരുണിൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ്. അറിയില്ല, ഞാൻ വിളിക്കുന്ന കേട്ടിട്ട് അരുണിനെയാണോ എന്ന് ചോദിച്ചാൽ ഏത് അരുണ്, എന്തരുണ്, എങ്ങനെ അരുണ് എന്നൊക്കെ ചോദിച്ചിട്ട് മൈജിയിലെത്തിയിട്ടാ. ബാക്കി ഫോൺ നോക്കട്ടെ. ഫോൺ എടുത്തത് ഇതാട്ടോ, സാംസങ്ങിൻ്റെ ഫോണാണ്. പ്രൈസ് വരുന്നത്, ഇതിനെത്ര പ്രൈസ് വരുന്നത്? 15,999. 1 രൂപ കുറവ് തന്നു. 1 രൂപ എനിക്ക് തിരിച്ചു തരണേ. അങ്ങനെ ഫോണൊക്കെ എടുത്ത് നല്ല അടിപൊളിയിൽ ഡയലോഗൊക്കെ അടിച്ചിട്ട് അൺബോക്സിങ് ചെയ്യാൻ പുറപ്പെട്ടതായിരുന്നു. പക്ഷേ പണി പറ്റിച്ചാശാനേ. എന്താണെന്നറിയോ? കോപ്പിറൈറ്റ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചുരുക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, എന്നെ പലരും കപടഭക്ത എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ കപടഭക്തയാണെങ്കിൽ ഒരു കപടഭക്ത മുമ്പോട്ടാണോ നീങ്ങുക അല്ലെ താഴ്ചയിലേക്കാണോ പോവുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കാൻ യോഗമല്ല. ഇനിയിപ്പോൾ കേൾക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എടുത്ത് നോക്കിയാൽ അതിൽ കൊടുത്തിരിക്കുന്നത്, അതിൽ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ ആൻഡ്രോയിഡ് മൊബൈൽ പൊട്ടിക്കുന്നത്. അതിൻ്റെ കുറച്ച് അബദ്ധങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ പയ്യൻ പറഞ്ഞു തന്നതാണ് എങ്ങനെയാണ് പൊളിക്കേണ്ടി എന്നൊക്കെ ഉള്ളത്. നമ്മൾ ഐഫോൺ ഉപയോഗിച്ച് ശീലമുള്ള ആൾക്കാരാണല്ലോ. ഏതായാലും നല്ല മൊബൈലാണ്. 10,000 രൂപയുടെ ഫോൺ എടുക്കാൻ പോയിട്ട് 16,000 രൂപയുടെ ഫോണും എടുത്തിട്ട് പോകുന്നതാണ് ഞാൻ. അപ്പോൾ അവിടെ എത്തിയപ്പം പറഞ്ഞു, കുട്ടിക്ക് കണ്ണിന് സ്ക്രീൻ അതാണ് നല്ലത്, ഇതാണ് നല്ലത്, എങ്ങനെയാണെന്നൊക്കെ കേട്ടപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യമല്ലേ, 6,000 രൂപയുടെ കാര്യമല്ലേ, ഒന്നും നോക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ഈ ഒരു ഫോൺ എടുത്തു. സാംസങ്ങിൻ്റെ. പിള്ളേർക്കറിയാം ആൻഡ്രോയിഡ് യൂസ് ചെയ്യാൻ. അപ്പോൾ അരുണും പറഞ്ഞത് മതി എന്ന് പറഞ്ഞ് ബ്ലാക്കും ഈ കളറും ആയിരുന്നു ഉള്ളത്. ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ട് പിന്നെ ഈ ഒരു കളർ എടുത്ത് അങ്ങനെ ഫോണൊക്കെ ഓണാക്കി എല്ലാം റെഡിയാക്കി ഞാൻ അവിടെ നിന്ന് പോന്നു. ബാക്കി നിങ്ങൾക്ക് ഞാൻ എന്താ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. നല്ലൊരു സ്റ്റാഫിനെയായിരുന്നു എനിക്ക് കിട്ടിയത്. അവനാണ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഒക്കെ റെഡിയാക്കിയത്.
അപ്പം ഇത് പ്രൈസ് പറയാം കേട്ടോ. ഞാൻ വിചാരിച്ചു 14,999 അപ്പോൾ അവൻ പറഞ്ഞു 14,499 അല്ല 15,499. ഈ ₹1 എന്നതിനാണ് കുറച്ചെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കൂടെ സ്ക്രീൻ കാർഡും പൗച്ചും തന്നിട്ടുണ്ട്. 2 വർഷത്തെ വാറണ്ടിയും ഉണ്ട്. അതാണ് ഈ ഫോണുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഫോൺ വിശേഷങ്ങൾ കേട്ടോ. ഫോണൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ സ്ക്രീൻ കാർഡും പൗച്ചൊക്കെ ഒട്ടിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങാണിത്. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ സ്ക്രീൻ കാർഡ് എങ്ങനെയാണ് ഒട്ടിക്കുക എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ പൗച്ച് അതും ഇടുകയാണ്. അതും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വലുതായിട്ട് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവരുടെ ഫോണിലും സ്ക്രീൻ കാർഡും പൗച്ചും ഉള്ളതാണ് എന്നുള്ള കമൻറ്റ് എന്തായാലും വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. ഞാൻ വിസിബിൾ അല്ലല്ലോ അതിന് പറയുക എന്തോ ഒരു സംഭവം അതാണ് ഇട്ടത്. അപ്പോൾ സ്ക്രീൻ കാർഡും കണ്ടല്ലോ. ഇനിയിപ്പോൾ ഫോണിൻ്റെ അത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലോ. അങ്ങനെ സാധനം മേടിച്ചിറങ്ങിയിട്ടുണ്ട്. ഒരു ഗിഫ്റ്റും തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് അച്ചാറ് വിളമ്പുന്ന പാത്രമല്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞ അച്ചാറിനെക്കാട്ടിൽ കുറച്ചും കൂടി വിളമ്പാന്ന് പറഞ്ഞു. അപ്പം കറി വിളമ്പുന്ന പാത്രം ഏതായാലും കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ സംഗീതത്തിലേക്ക് പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കണം. എന്നിട്ട് നേരെ വീട്ടിലോട്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവനെത്തുമ്പോഴേക്കും എനിക്കും എത്തണം. അവന് ഈവനിങ് എന്തായാലും കുറച്ച് ലേറ്റായിട്ടേ എത്തുണ്ടാവുള്ളൂ. അപ്പം ഇവിടെ നേരെ ബസ് കയറട്ടെ. ഓക്കെ, അങ്ങനെ അടുത്ത പർച്ചേസിങ്ങിനായിട്ട് സംഗീതത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സംഗീത ഇപ്പം എന്നെ കാണുമ്പോൾ ഓടിച്ചാടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹായ്, എന്താ റെഡിമെയ്ഡ് ആണോ വേണ്ട? എല്ലാരും കൂടി കുടിക്കുന്നു. ഇങ്ങോട്ടിക്കട എന്റെ ഫാൻസ് അല്ലേ, എന്റെ കൂടെ കുറെ ഫാൻസ് ഉണ്ട് ഇവിടെ. കുറെ കോഡ്സിട്ട് വന്നിട്ടുണ്ട്. ചുരിദാറോ? ഹായ് ഡാർലിംഗ്, ഇത് ഷോപ്പിംഗ് ടോപ്പ. ഒന്നുടി അത് പിള്ളേർക്ക് എടുത്തതാ. മക്കളെ ഫോണ് പൊട്ടിപ്പോയി. വലിയ പർച്ചേസും കഴിഞ്ഞ് വരികയാണ്. ഒരു കുരിശ് വേറൊരു കുരിശിനെ ചുമക്കണം എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളിയായിട്ട് കൃഷ്ണനും യേശു എല്ലാരും ആയി. മതം ഒന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒരു മതേ ഉള്ളൂ. എന്നിലെല്ലാം ഉണ്ട്. നമ്മള് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയി. ലെഹങ്ക എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതൊന്നല്ലായിരുന്നു കേട്ടോ. ഞാൻ അവിടെ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒടുക്കമത്തെ വെയിറ്റാ ഗൈസ്. വെഡ്ഡിങ് ലെഹങ്ക കേട്ടോ. അപ്പോൾ എനിക്കൊരു ഫങ്ഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഫങ്ഷന് വേണ്ടിയിട്ട് ഇടാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തതാണ്. അപ്പം നല്ല ഹെവി വർക്ക് എന്ന് വെച്ചാൽ ഹെവി വർക്കാണ്. കല്യാണ പെൺകുട്ടികൾ ഇടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ്. ഇതിട്ട് എങ്ങനെയാണ് ഞാൻ നടക്കുക എന്നുള്ളത് എനിക്കറിയില്ല. സ്റ്റിച്ച് ചെയ്യിക്കണം. എന്നാൽ പോലും ഞാനത് എടുത്തു. ഇതാണ് കേട്ടോ ഒന്ന് ഞാൻ എടുത്തത്. രണ്ടാമതെടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു താവണിയാട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷാള് കണ്ടപ്പോൾ തോന്നിയൊരു ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കറക്റ്റ് ഫിറ്റുള്ളത് ഞാൻ അവിടെ നിന്ന് എടുക്കാറുണ്ട്. അത് അവിടെ നിന്നില്ല കേട്ടോ, എവിടെ നിന്നാണെങ്കിലും കറക്റ്റ് ഫിറ്റാണെങ്കിൽ ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് മുടി അയച്ചിട്ടാൽ യക്ഷിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ 1-2 വീഡിയോസൊക്കെ എടുക്കുക തന്നെ. ഞാൻ പറഞ്ഞ വേണ്ട, എന്തായാലും വീഡിയോ എടുക്കണമല്ലോ, അപ്പം എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തില്ല. പിന്നെ എടുത്തത് ഇതാണ്. ക്രിസ്മസ് അല്ലേ വരുന്നത്. ക്രിസ്മസിന് എന്തായാലും ഒരു റെഡ് കളർ ഡ്രസ്സ് എടുക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ പോയത്.
അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അവിടെ ഉള്ളവർക്കും ഇഷ്ടമായി. കുറച്ചൊന്ന് ലെങ്ത്ത് കൂടുതലാണ് എന്നുള്ളതുമാണ്. പിന്നെ ഒന്ന് അയൺ ചെയ്യണം, അല്ലാതൊക്കെ ഓക്കെയാണ്. അങ്ങനെ ഈ 3 ഡ്രസ്സാണ് എടുത്തത്. ആനനെ മേടിച്ച് തോട്ടി വാങ്ങാൻ പൈസ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. അവിടെ വലിയ ഷോപ്പറൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അവർ ചെറിയ ഷോപ്പറിലിട്ട് തന്ന്. അതുകൊണ്ട് ഞാൻ ബസ്സിന് പോയാൽ പണി പാളും. ഞാൻ നേരെ മലബാർ ഗോൾഡിലേക്ക് വിളിച്ചിട്ട് എനിക്ക് ചെറിയൊരു ട്രാവൽ ബാഗ് തരാൻ പറഞ്ഞു. അപ്പോൾ ആ ട്രാവൽ ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന അത്രയും സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ആ ലെഹങ്ക ചെറിയ കവറിലൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. മെയിനായിട്ട് ബസ്സിലും ഇത് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ലെഹങ്ക എടുക്കുമെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നേ കാർ എടുത്തിട്ട് വരുമായിരുന്നു ഞാൻ. അതും ചെയ്തില്ല. അപ്പോൾ ട്രാവൽ ബാഗ് ആകുമ്പോൾ എല്ലാം കൂടി ഒന്നിലിട്ടാൽ മതിയല്ലോ. അപ്പോൾ മലബാർ ഗോൾഡിൽ ട്രാവൽ ബാഗിന് കയറിയതാണ്, അവരെടുക്കാൻ പോയിട്ടുണ്ട്. അതാണ് മലബാർ ഗോൾഡും ഞാനും തമ്മിലുള്ള ബന്ധം. കാരണം എൻ്റെ ഓൾറെഡി 99.9% ഓർണമെൻറ്റ്സും മലബാർ ഗോൾഡിൻ്റേതാണ്. അപ്പോൾ ഞാൻ മാനേജറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ അവിടെ പോയി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ എടുക്കാൻ പോയിട്ടുണ്ട് ഈ മലബാറിലാണ്. കണ്ടോ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അതാണ് ഞാൻ. ബാക്കി ഒക്കെ ഡീറ്റെയിൽ ഏതൊക്കെ ഡ്രസ്സ് എടുത്തെന്നുള്ള വീട്ടിലെത്തി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തോ ഭാഗ്യത്തിന് വീണില്ല. ഒരിക്കൽ വീണിട്ട് എടുത്ത് പിന്നെ രണ്ടാമത്തതാ എൻ്റെ ഫോണ് താഴെ വിൽക്കാൻ പോയി. ആദ്യം ഒന്ന് വീണ് അവിടെ നിന്ന് എടുത്ത് പിന്നെയും വിൽക്കാൻ പോയപ്പോൾ കൈ കിട്ടി. ഇതേ മലബാറിന് ബാഗ് മേടിച്ചു കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഇതിൽ ഒന്ന് കുത്തി നിറയ്ക്കണം. അത്രയും പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അയ്യോ, ജസ്റ്റ് സംഗീതും മലബാറും തമ്മിൽ അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. എൻ്റെ ഫോൺ വേണ്ട, അത് വേണ്ട, അല്ലാണ്ട് തന്നെ വെച്ചാൽ മതി. കവറ് വേണേ മടിക്കുക വെച്ച്. അവൻ അതിന്റെ വലുതെടുക്കാൻ പുറപ്പെട്ടപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. വലുതാകുമ്പോ നല്ല എന്ത് രണ്ടും വെച്ചാൽ മതി. മറ്റേ കവറില്ല, എന്റെ ഫോണൊക്കെ അതിൽ വെച്ചാൽ പറയുന്നു. വലുതാക്കാനുള്ള ഓപ്ഷൻ ഇല്ല, എന്നാലും കൊള്ളു. ആ സ്ഥലത്തേക്ക് ഇതും കൂടി കുത്തിക്കേറ്റാൻ പറ്റുമോ നോക്കി, ബാക്കിയുള്ള പറ്റൂല. ഈ ലെഹങ്ക എങ്ങനെയാണോ ഞാൻ എന്റെ വീട്ടില് വെക്കുക? അങ്ങനെ ഇത്രയും സാധനങ്ങൾ എങ്ങനെയാ ഞാൻ ബസ്സിൽ കൊണ്ടുപോകുകയെന്ന് എനിക്കറിയില്ല. അല്ലേ, ഇത്രയും സാധനങ്ങൾ. മൈജിയിലെ 2 കളർ, എൻ്റെ ബാഗ്, ഇതിൽ 2 കൂട്ടം ഡ്രസ്സ്, അതിൽ 1 കൂട്ടം ലെഹങ്ക. എന്തല്ലേ ചെയ്യുക? എൻ്റെ അമ്മ ബസ് കയറിയിട്ടുണ്ട്. ബസ് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ബസ്സിൽ നിൽക്കൊള്ള അർജുനെ കാണുന്നത്. നേരെ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു, എടാ ഞാൻ കാളിദാസനിലുണ്ട്, തിരിച്ചെൻ്റെ പുറകെ വന്നോ, എന്നെ ഇന്ന് വീട്ടിലിറക്കി തരണമെന്ന്. അങ്ങനെ അർജു വീട്ടിലിറക്കി തന്നുകൊണ്ട്
അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അർജുള്ളത് കൊണ്ട് ഞാൻ തിരിച്ച് സേഫായിട്ട് വീട്ടിലെത്തി. അപ്പം എടുത്ത സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതാണ് എൻ്റെ കമ്പനിക്കാരൻ ഇവിടെ വന്ന് കിട്ടോ. ഓനും ചിരിയാണ്. ഒരു സാധനം ഇമ്മാതിരിയോ എന്ന് ചോദിച്ചത് എങ്ങനെയാണ് ഞാൻ നടക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഓൾക്ക് അവിടെ ഒരു ഷോപ്പർ ഉണ്ടായിരുന്നു, പക്ഷെ അത് കീറി സിബ് വിട്ടുപോയി. ഇതാണ് മക്കളെ സാധനം. എൻ്റെ പൊന്നെ, ഇതാണ് ഞാൻ മേടിച്ച ലഹങ്ക. എങ്ങനെയുണ്ടടാ? അടിപൊളിയല്ലേ? നല്ല വർക്ക് ഉണ്ട്. മോനെ അടുത്തേക്കൊന്ന് കാണിച്ചെടുക്ക്. വാങ്ങിയിട്ടുള്ളത് നല്ല ഹെവി വർക്കാണ്. മോനെ ഒന്ന് കാണിച്ചെടുക്ക. എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. നല്ല സ്റ്റോൺ വർക്ക്. ഇതിട്ട് എങ്ങനെ ഞാൻ നടക്കുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇതിന് വരുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പ്രാകും. 10,000 രൂപക്ക് ആ 1 രൂപ കുറവ്, 1000 രൂപ 1 രൂപ കുറവ്. അപ്പം നിങ്ങൾ ഒരു ബില്ല് കഴിക്കണം, കാണിച്ചു തരാം. പിന്നെ നെക്സ്റ്റ് ഞാൻ മേടിച്ചത് എന്താ വെച്ചാൽ അത് അതിൽ കൊള്ളാത്തതുകൊണ്ട് അതിൻ്റെ ബ്ലൗസ് ഇതാക്കിയതാട്ടോ. ബ്ലൗസ് ഇതിലിട്ടതാണ്. ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കണം. ബ്ലൗസ് ഇതാ വരുന്ന അതിനേക്കാട്ടിലും ഇതാണ് അതിൻ്റെ ഇത് വരുന്നത്. ഷാള് വരുന്നത് കണ്ടോ, ഇത്രയും ഹെവി ആയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ക്രിസ്മസ് അല്ലേ വരുന്നത്, ക്രിസ്മസിലേക്ക് വാങ്ങിയതാണ്. അടുത്തത് ഇത് ക്രിസ്മസിൻ്റെ അന്നേക്ക് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതേപോലെ തന്നെ എനിക്ക് ഗുരുവായൂർ എപ്പോഴെങ്കിലും പോകുമ്പം ഇടാലോ എന്ന് കരുതിയിട്ട് മേടിച്ചതാണ്. ഈ ഒരു ബ്ലൗസ് ധാവണി സെറ്റാട്ടോ. ഈ ഒരു ബ്ലൗസ് വരുന്നത്, ധാവണി വരുന്നത്, അതിനെതിരെ അടിപൊളി ഒരു ഷാളും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തത്. കൂട്ടത്തിൽ ഫോണുണ്ട്, അത് അവൻ കുത്തിയിട്ടിട്ടുണ്ട്. ഇനി അവരെന്താ ഗിഫ്റ്റ് തന്നതെന്നും കൂടി നോക്കിയിട്ടാണ്. മൈജിന്ന് തന്ന ഗിഫ്റ്റാണ്. ബസ്സിൽ നിന്നൊരു ചേട്ടൻ കുറേ എന്നോട് ഇത് വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് തരൂലെന്ന്. എന്താന്നുള്ളത് എനിക്കും കൂടി ഒന്ന് അറിയണമല്ലോ. പോലെ തന്നെ അറിഞ്ഞാൽ പോരാല്ലോ. ഇത് സംഭവം കൊള്ളാലോ. ഉമ്മക്കും അമ്മക്കും ഒക്കെ ചോറ് കറിയൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു പാത്രം. ഇതാണ് മൈജിന്ന് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ ഷോപ്പിങ്ങുകളൊക്കെ ഇതാണ് കപടഭക്തയുടെ. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നെഗറ്റീവ് കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. Ta-da!